2025 എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വർഷമാണ്. ഈ വർഷം എൻ്റെ ബിസിനസ് യാത്രയിൽ 50 വർഷം ആവുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ ഗൾഫ് ജീവിതത്തിന് 45 വർഷം പൂർത്തിയാകുന്നു. ഈ അവസരത്തിൽ ഇത്തരൊരു സ്വീകരണം ലഭിക്കുന്നത് എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് പുണ്യഭൂമിയായ സൗദിയിലാണ്. ഇപ്പോൾ എൻ്റെ ഇടത്താവളമായി മാറിയ ബഹ്റിൻ എന്ന രാജ്യം നൽകിയ അംഗീകാരമാണ് ഈ സ്വീകരണത്തിന് കാരണമായത്. ബഹ്റിനിൽ ലോകത്തിൽ തന്നെ വലിയ റിഫൈനറി നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതും കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ അലുമിനിയം സ്മെൽറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതിലൂടെ ഏറ്റവും അധികം സ്വദേശികൾക്കും വിദേശികൾക്കും തൊഴിൽ നൽകാൻ അവസരം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ ബഹ്റിൻ്റെ വികസനത്തിന് നിരവധി മേഖലയിൽ സംഭാവന ചെയ്തതും ഞങ്ങൾക്ക് പങ്കുണ്ട്. ബഹ്റിൻ്റെ വികസനത്തിന് എൻ്റെ സംഭാവന മാനിച്ചാണ് ബഹ്റിൻ രാജാവ് ഹിസ് മേജസ്റ്റി ഹമദ് ബിൻ അൽ ഖലീഫ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ അവാർഡ് സമ്മാനിച്ചത്. ആദ്യമായാണ് ഈ അവാർഡ് ഒരു വിദേശിക്ക് ലഭിക്കുന്നത്. ഈ അവാർഡ് ഇന്ത്യക്കാർക്ക് ഭാഗ്യമായി ഞാൻ കരുതുന്നു. I would like to take this opportunity to express my heartfelt gratitude to the rulers of Bahrain and the citizens of Bahrain for this great honor. ഈ ബഹുമതി ഇന്ത്യക്ക്, പ്രത്യേക കേരളത്തിനും എല്ലാ പ്രവാസി ഇന്ത്യക്കാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കുമുള്ള ആദരവായി ഞാൻ കാണുന്നു. ഈ ബഹുമതി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കൂടി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. എൻ്റെ പ്രവാസി ജീവിതം തുടങ്ങുന്നത് 1978 സൗദി അറേബ്യയിൽ അൽക്കോബാറിലാണ്. സൗദിയിൽ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ ആസ്ഥാനമായ ആറാംകോ സ്ഥിതി ചെയ്തത് ലഹ്റാൻ അൽക്കോബാർ എന്ന സ്ഥലത്താണ്. ഞാൻ സൗദിയിൽ എത്തുമ്പോൾ എൻ്റെ കൈമുതലായി ചെറിയൊരു ക്യാപിറ്റലും ആത്മവിശ്വാസവും മാത്രമാണ് ഉണ്ടായിരുന്നത്. 150 ജീവനക്കാരുമായി സൗദി തുടങ്ങിയ എൻ്റെ കമ്പനി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ 10,000 ആൾക്കാർ ജോലി ചെയ്യുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർഷം തോറും തൊഴിൽ കൊടുക്കുവാൻ കഴിയുക എന്നതാണ്. ഞങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം ഏത് രാജ്യത്ത് ജോലി ചെയ്യുമ്പോഴും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ബിസിനസ് ചെയ്യാറുള്ളൂ. അതോടൊപ്പം എൻ്റെ കമ്മിറ്റ്മെൻറ്റും എന്നോടൊപ്പമുള്ള വിശ്വസ്തരായ ജീവനക്കാരുടെ സിൻസിയാരിറ്റി മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ 45 വർഷക്കാലം ഞാൻ ചെലവഴിച്ചത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഈ ഗൾഫ് കൺട്രീസാണ് എന്നെ ഞാനാക്കിയത്. 1978 ഞാൻ സൗദിയിലെത്തുമ്പോൾ ഓയിൽ പ്രൈസ് ബാരലിന് $9.47 കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ 79 റുപ്പീസ്. ഇന്ന് ഓയിൽ പ്രൈസ് ഒരു ബാരലിന് $76, അതായത് 6,500 രൂപ. നിങ്ങളുടെ അറിവിലേക്ക് പറയട്ടെ, അന്ന് ഒരു സൗദി റിയാൽ ₹1.50 ആയിരുന്നു. ഇന്നത്തെ 23 രൂപയിൽ മുകളിലാണ്. 1990 തുടങ്ങിയ ഗൾഫ് യുദ്ധകാലത്താണ് ലോക വിപണിയിൽ എണ്ണയ്ക്ക് ഹൈ ഡിമാൻഡ് ഉണ്ടാകുന്നതും വില ഏറ്റവും കൂടുന്നതും. അതിനുശേഷമാണ് ഗൾഫിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് എനർജി മേഖലയിൽ ഇന്ത്യൻ എംപ്ലോയീസിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യൻ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് എനർജി മേഖലയിൽ എംപ്ലോയ് ചെയ്തു. അതിനുശേഷമാണ് ഗൾഫ് എനർജി മേഖലയിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിച്ചത്. ഒരു കാര്യം സന്തോഷത്തോട് പറയട്ടെ, സൗദിയിലെയും കുവൈറ്റിലെയും അബുദാബിയിലെയും ബഹ്റിനിലെയും ഖത്തറിലെയും ഏറ്റവും വലിയ റിഫൈനറീസും ഗ്യാസ് പ്ലാന്റും പെട്രോകെമിക്കൽ പ്ലാന്റും കൂടുതൽ നിർമ്മിച്ച ഞങ്ങളുടെ കമ്പനിയാണ്. ഈ പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്ത്യക്കാരും കേരളീയരുമാണ്. ഈ അവസരത്തിൽ ഐ ആൻഡ് മൈ ഫാമിലി ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുന്നു. എൻ്റെ വൈഫ് ഗീത ഇവിടെയുണ്ട്. എൻ്റെ മക്കളായ ഗണേഷും ഡോക്ടർ ഹരി ഇവിടെയുണ്ട്. ഈ വർഷം സെപ്റ്റംബർ മുതൽ അടുത്ത 50 വർഷത്തേക്ക്, അതായത് 2025 മുതൽ 2075 വരെ 525 കോടി രൂപയുടെ രവിപിള്ളൈ അക്കാഡമിക് സ്കോളർഷിപ്പ് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഇതിന് വാറണ്ടി ചെയ്തത് എൻ്റെ വൈഫ് ഗീതയും മക്കളായ ഗണേഷും ആരതിയുമാണ് 2025 അതാണ് ഇവർ പറഞ്ഞത്. ഓരോ വർഷവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ 1500 കുട്ടികൾക്ക് വീതം ഹയർ സ്റ്റഡീസിനായി 10,50,00,000 രൂപ വീതം നീക്കിവെച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പിന് വിതരണത്തിനായി ഈ തുക ഓരോ വർഷവും ആഗസ്റ്റ് മാസത്തിൽ നോർക്കയ്ക്ക് കൈമാറും. തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് സെപ്റ്റംബറിൽ നോർക്ക ഈ തുക വിതരണം ചെയ്യും. ഞാൻ ചുരുക്കട്ടെ, ഇന്ത്യക്കാർക്ക് ഇനിയും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനും അവസരമായി ഈ അംഗീകാരത്തെയും സ്വീകരണത്തെയും ഞാൻ കാണുന്നു. ഈ സ്വീകരണം ഒരുക്കിയ നോർക്കയുടെ എല്ലാ അംഗങ്ങൾക്കും മറ്റ് സംഘടനകൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, MP-മാർ, MLA-മാർ, വേദിയിലും സദസ്സിലുള്ള ഓരോരുത്തർക്കും മാധ്യമപ്രവർത്തകർക്കും എൻ്റെ പ്രിയ നാട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിനീതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.